ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സങ്കീർത്തനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു, കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. ഇതാ കാരണങ്ങൾ എന്തുമാകട്ടെ, കഴിഞ്ഞ അനേക വർഷങ്ങളോ അനേക ദിവസങ്ങളോ ആയിട്ട് സ്വന്തമായ കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനകളോ രോഗമോ സാമ്പത്തിക ക്ലേശമോ പൈശാചിക പീഡകളോ എന്തുമാകട്ടെ, ഇതാ കരഞ്ഞ് കരഞ്ഞ് തളർന്ന ജീവിതാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് ഈ വചനം പ്രാർത്ഥിക്കുകയാണ്. കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു, തലയണ കുതിർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയും, ഇനി കണ്ണീര് പോകാനില്ല ബ്രദറേ എന്ന് പറയും. കരഞ്ഞ് കരഞ്ഞ് ഇപ്പോൾ തലവേദനയാണെന്ന് പറയും. അതുകൊണ്ട് നിരാശയിൽ അവസാനിപ്പിക്കാൻ അല്ല. സങ്കീർത്തനം 80:5 പറയുന്നുണ്ട്, അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി, അവരെ അളവില്ലാതെ കണ്ണീർ കുടിപ്പിച്ചു. അതുകൊണ്ട് ചില സഹനങ്ങൾ, വെട്ടിയൊരുക്കലുകൾ അത് വേദനാജനകമാണ്. അങ്ങനെയുള്ള പ്രക്രിയയിലൂടെ കടന്നുപോയേക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഒരു പ്രസവ സമയത്ത് ഇതാ ഒരമ്മ വേദനയിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ സന്തോഷത്തോടെ കടന്നു പോകാനായിട്ട് ആ ജീവിതം കൊണ്ട് സാധിക്കണം. ആ കുഞ്ഞ് കരയുമ്പോഴാണ് അതിൻ്റെ തലച്ചോറിലേക്ക് നല്ല ഓക്സിജനും ബ്രീത്തിങ്ങും എല്ലാം കിട്ടുക, എൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാകുന്നത്. എന്നാൽ അമ്മ കരയുന്നു കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ, എത്ര വലിയ സിസേറിയനോ ഡെലിവറി കോംപ്ലിക്കേഷനോ ആയാലും കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ആ ദുഃഖങ്ങളെല്ലാം മറക്കും. അതുകൊണ്ട് ഇപ്പോൾ കണ്ണീരൊഴുക്കുന്നവരെ, ഇതാ കണ്ണീരിൽ കുതിർന്ന് അവസാനിക്കാനുള്ളതല്ല ജീവിതം. ചിലപ്പോൾ ശുശ്രൂഷ മേഖലയിലുള്ളവർ ഈ വചനം കേൾക്കുന്നുണ്ടാകാം. അവരോട്, നമ്മോട് അപ്പോസ്തലപ്രവർത്തനം 20:19 പറയുന്നുണ്ട്, പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. കണ്ണീരോടെ ശുശ്രൂഷ ചെയ്യുന്നവരും സ്വയം സഹിച്ച് കാഴ്ചവെക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ചെയ്യുന്നത് നല്ലതായിരുന്നാലും എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുന്നവരോ പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവമോ ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോസ്തലന്മാർക്കും ഈശോയ്ക്കും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണ വിനയത്തോടെ കണ്ണീരൊഴുക്കുകയാണ് അപ്പോസ്തലന്മാർ. യഹൂദന്മാരുടെ ഗൂഢാലോചനാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 20:19. അതുകൊണ്ട് കണ്ണുനീരിനെ കർത്താവിൻ്റെ പാദാന്തികത്തിൽ പാപിനി മറിയം സമർപ്പിച്ചതുപോലെ അന്നുവരെയുള്ള എല്ലാ പാപങ്ങളും ദുഃഖങ്ങളും അത് മായ്ച്ചു കളഞ്ഞു. വീണ്ടും വെളിപാട് 7:17 ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടെന്ന് ദൈവവചനം എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ച് നീക്കും. വെളിപാട് 7:17. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ച് നീക്കും. വേറെ ആർക്കും അതിന് ലിമിറ്റ്സ് ഉണ്ടാകാം, പരിധികളുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ സമയമാകുമ്പോൾ കാണത്തില്ല. പക്ഷേ ദൈവം നേരിട്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് ദൈവം നേരിട്ട് ഇടപെടും. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നിൽക്കും. അതായത് കണ്ണുനീരിന് കാരണങ്ങളായ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരികയും കണ്ണുനീര് ആനന്ദ കണ്ണീരാക്കി മാറ്റും. അങ്ങനെ ബൈബിളിലുണ്ട്. സങ്കീർത്തനം 126 5-6 വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണീരോടെ വിത്ത് വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കറ്റ ചുമന്നു കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, കേൾക്കാൻ, കണ്ണീരൊഴുക്കുന്ന ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളവരാണെങ്കിൽ ഇതാ തീർച്ചയായിട്ടും ഇത് കേൾക്കാനും പ്രാർത്ഥിക്കാനും ഇടവരുത്തുന്നത് നിങ്ങൾക്കതിന് പരിഹാരമുണ്ടെന്നുള്ള മെസ്സേജ് നിങ്ങളെ അറിയിക്കാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഈ വചനം വെളിപാട് 7:17 എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും.
ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ച് നീക്കും. അപ്പോൾ ദൈവം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കും. മാനുഷികമായി എല്ലാ വഴികളും അടഞ്ഞ അല്ലെങ്കിൽ ഇനി പരിഹാരമില്ലാത്ത അവസ്ഥയായിരിക്കാം. ഇവിടെ എൻ്റെ ശുശ്രൂഷാ ജീവിതവുമായി ബന്ധപ്പെട്ട് 38ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 2026 ഓഗസ്റ്റ് മാസം. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്തപ്പോഴും ഇതാ വ്യക്തിപരമായി പല കാര്യങ്ങളും പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനും ഒക്കെ കടന്നു വന്നവർ ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന തരത്തിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിഷമിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം സ്വപ്നം പോലെ ആയിപ്പോയി ബ്രദറെ എന്ന് വന്ന് പറഞ്ഞ സാക്ഷ്യപ്പെടുത്തിയ ഇതെങ്ങനെ മാറിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അത്ഭുതം നടന്ന അതാണ് വെളിപാട് 7:17 പറയുന്നത്. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ച് നീക്കും. അങ്ങനത്തെ പല അനുഭവങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാകും. ഈ വചനം കേൾക്കാൻ ദൈവം ഇടകൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കും. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കണ്ണീരിന് കാരണക്കാരായവരെ പഴങ്കഥകൾ ദുരനുഭവങ്ങളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ആനന്ദ കണ്ണീരാക്കി മാറ്റിത്തരും. സാക്ഷ്യപ്പെടുത്താനിടയാകും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇതറിയാത്ത കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് പ്രേക്ഷിത വേലയിൽ പങ്കുകാരാകുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്.